ഗൈസ് ഇന്നൊരു ഭീകര ജീവിയുടെ നിർമ്മാണമാണ് JCB. എക്സ്കവേറ്റർ എന്നാണ് ഇവയുടെ കുടുംബ പേരെങ്കിലും ഏത് മണ്ണുമാന്തി യന്ത്രത്തെയും നമ്മൾ വിളിക്കുന്ന JCB എന്തായിരിക്കും. അപ്പൊ ഇന്ന കുടുംബത്തിലെ കൊച്ചനായ ചങ്ങല JCBയുടെ നിർമ്മാണം കാണാനുള്ള ലുക്ക് പോലെ തന്നെ ഇതിന്റെ എല്ലാ പാർട്സുകളും നല്ല കട്ടിയുള്ള സ്റ്റീൽ ഷീറ്റുകളാണ്. ആദ്യം ഇതിനുള്ള ഷീറ്റിനെ വേണ്ട വലുപ്പത്തിൽ വേണ്ട ഷേപ്പിൽ മുറിച്ച് തുരുമ്പെല്ലാം കളയാൻ വേണ്ടി പോളിഷ് ചെയ്യുന്നു. അങ്ങനെ വെളുത്തുപാട് സുന്ദരന്മാരായി ഇവയെ വളക്കേണ്ടടുത്ത് വളച്ചും ഒടിക്കേണ്ടടുത്ത് ഒടിച്ചും വെൽഡ് ചെയ്തൊട്ടിക്കുന്നു. ജോലിക്കാർ കിടന്ന് കയറിയൊക്കെയാണ് കൈക്കുള്ളിലെ പണികളെല്ലാം ചെയ്യുന്നത്. കൈയാണല്ലോ ഇവന്റെ മെയിൻ ഒരു ഇത്. ഇനി വെൽഡിംഗ് കഴിഞ്ഞ പാർട്സുകളുടെ പെയിന്റിംഗ്. ഇതിപ്പോ കണ്ടാൽ ഒരു ആർമി ടാങ്കിന്റെ ലുക്ക് ഉണ്ടല്ലേ. ആദ്യം ഒരു വൈറ്റ് കോട്ടിംഗ്, പിന്നെ ഒരു മഞ്ഞ കോട്ടിംഗ് എന്നിങ്ങനെയാണ് പെയിന്റിംഗിന്റെ ഒരു രീതി. അതേസമയം തന്നെ കറങ്ങുന്ന കസേരയും ഗിയറും ഒക്കെ വെച്ചുള്ള ക്യാബിന്റെ പണി അപ്പുറത്ത് നടക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ പാർട്സുകളും റെഡിയായി എഞ്ചിനും ക്യാബിനും ഫിറ്റ് ചെയ്ത് മുകൾ ഭാഗവും സെറ്റ് ആകും. അടിഭാഗത്ത് ചെയിനൊക്കെ വരുന്ന വമ്പൻ സെറ്റപ്പാണ്. എന്നിട്ട് അവസാനം എല്ലാം കൂട്ടിച്ചേർത്ത് കണക്ടറുകളെല്ലാം കണക്ട് ചെയ്ത് ഓടിച്ചു നോക്കി മാതി നോക്കിയും എല്ലാം ടെസ്റ്റ് അടിച്ച് എല്ലാം കറക്റ്റ് ആണെങ്കിൽ കസ്റ്റമേഴ്സിന് നൽകും. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. ഇന്നൊരു ഭീകര ജീവിയുടെ നിർമ്മാണമാണ് JCB. എക്സ്കവേറ്റർ എന്നാണ് ഇവയുടെ കുടുംബ പേരെങ്കിലും ഏത് മണ്ണുമാന്തി യന്ത്രത്തെയും നമ്മൾ വിളിക്കുന്ന JCB എന്തായിരിക്കും. അപ്പൊ ഇന്ന കുടുംബത്തിലെ കൊച്ചനായ ചങ്ങല JCBയുടെ നിർമ്മാണം കാണാനുള്ള ലുക്ക് പോലെ തന്നെ ഇതിന്റെ എല്ലാ പാർട്സുകളും നല്ല കട്ടിയുള്ള സ്റ്റീൽ ഷീറ്റുകളാണ്. ആദ്യം ഇതിനുള്ള ഷീറ്റിനെ വേണ്ട വലുപ്പത്തിൽ വേണ്ട ഷേപ്പിൽ മുറിച്ച് തുരുമ്പെല്ലാം കളയാൻ വേണ്ടി പോളിഷ് ചെയ്യുന്നു. അങ്ങനെ വെളുത്തുപാട് സുന്ദരന്മാരായി ഇവയെ വളക്കേണ്ടടുത്ത് വളച്ചും ഒടിക്കേണ്ടടുത്ത് ഒടിച്ചും വെൽഡ് ചെയ്തൊട്ടിക്കുന്നു. ജോലിക്കാർ കിടന്ന് കയറിയൊക്കെയാണ് കൈക്കുള്ളിലെ പണികളെല്ലാം ചെയ്യുന്നത്. കൈയാണല്ലോ ഇവന്റെ മെയിൻ ഒരു ഇത്. ഇനി വെൽഡിംഗ് കഴിഞ്ഞ പാർട്സുകളുടെ പെയിന്റിംഗ് ആണ്. ഇതിപ്പോ കണ്ടാൽ ഒരു ആർമി ടാങ്കിന്റെ ലുക്ക് ഉണ്ടല്ലേ. ആദ്യം ഒരു വൈറ്റ് കോട്ടിംഗ്, പിന്നെ ഒരു മഞ്ഞ കോട്ടിംഗ് എന്നിങ്ങനെയാണ് പെയിന്റിംഗിന്റെ ഒരു രീതി. അതേസമയം തന്നെ കറങ്ങുന്ന കസേരയും ഗിയറും ഒക്കെ വെച്ചുള്ള ക്യാബിന്റെ പണി അപ്പുറത്ത് നടക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ പാർട്സുകളും റെഡിയായി എഞ്ചിനും ക്യാബിനും ഫിറ്റ് ചെയ്ത് മുകൾ ഭാഗവും സെറ്റ് ആകും. അടിഭാഗത്ത് ചെയിനൊക്കെ വരുന്ന വമ്പൻ സെറ്റപ്പാണ്. എന്നിട്ട് അവസാനം എല്ലാം കൂട്ടിച്ചേർത്ത് കണക്ടറുകളെല്ലാം കണക്ട് ചെയ്ത് ഓടിച്ചു നോക്കി മാതി നോക്കിയും എല്ലാം ടെസ്റ്റ് അടിച്ച് എല്ലാം കറക്റ്റ് ആണെങ്കിൽ കസ്റ്റമേഴ്സിന് നൽകും. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ.